ഹലോ ഫ്രണ്ട്സ്, ഞാൻ മീനുട്ടിയാണ്. ഞാനിങ്ങനെ സാധാരണ വ്ളോഗുകളൊന്നും എടുക്കാത്തതാണ്. പക്ഷേ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളി കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മുടെ കഥകളി കാണാൻ വേണ്ടിയല്ല, അതിൻ്റെ A to Z കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ പോകെ നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭാരത് ഭവൻ്റെ മുന്നിലാണ്. ഇതാണ് കലാബോധിനി കഥകളി വിദ്യാലയത്തിൻ്റെ ഡയറക്ടർ ശ്രീ ശശി മാഷ്. നമ്മൾ ഭാരത് ഭവൻ്റെ അകത്തെത്തിയിട്ടോ. ഞാനും അമ്മയുടെയാണ് വന്നത്. ഇന്ന് നമ്മുടെ ആനാട് കലാബോധിനി കഥകളി വിദ്യാലയത്തിലെ അധ്യാപകർ അവതരിപ്പിക്കുന്ന കഥകളി ഇവിടെ നടക്കുന്നുണ്ട്. അത് കാണാനും അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നത്. ഇതേ നമ്മുടെ ശശി മാഷ് അണിയറയിലേക്കുള്ള വഴി പറഞ്ഞു തന്നിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഭാരത് ഭവനിലെ മനോഹരമായ ദൃശ്യങ്ങളാണ്. അവിടെയാണ് അണിയറ. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാം. ഇത് കലാമണ്ഡലം മയ്യനാട് രാജീവൻ മാഷ്. ഇന്നത്തെ കഥകളിയിലെ നളചരിതം ആട്ടക്കഥയിലെ 2 രംഗങ്ങളാണ് കേട്ടോ അവതരിപ്പിക്കുന്നത്. അതിൽ നളൻ്റെ വേഷം കിട്ടുന്നത് നമ്മുടെ രാജീവൻ മാഷാണ്. മാഷ് ഞങ്ങൾക്ക് കഥകളിയിലെ മുഖത്തെഴുത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇത് കലാമണ്ഡലം വിവേക് മാഷാണ് കേട്ടോ. ഇന്ന് ഹംസത്തിൻ്റെ വേഷം ചെയ്യുന്നത് മാഷാണ്. കഥകളിയിലെ ഉടുത്തുകെട്ടിൻ്റെ ഓരോ സ്റ്റെപ്പും മാഷ് ഞങ്ങൾക്കിന്ന് വിശദമായി പറഞ്ഞു തന്നു. ഇന്നത്തെ കഥകളിക്ക് ചുട്ടികുത്താനെത്തിയത് ശ്രീ കൊടുവഴുന്നൂർ വിനോദ് മാഷാണേ. ചുട്ടികുത്തലിന് എത്രത്തോളം ക്ഷമയും ശ്രദ്ധയും വേണമെന്നൊക്കെ ഞങ്ങളിന്ന് കണ്ടു മനസ്സിലാക്കി. ഇന്ന് പൊന്നാനി ശങ്കിടിയുമായി എത്തിയിരിക്കുന്നത് നമ്മുടെ കലാമണ്ഡല യശ്വന്ത് മാഷും കലാനിലയം വിഷ്ണു മാഷുമാണേ. യശ്വന്ത് മാഷ് വന്നപ്പോൾ തന്നെ മാഷിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും മാഷിൻ്റെ അനുഗ്രഹം വായിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. ഇന്നത്തെ കഥയ്ക്ക് ചെണ്ട കൊട്ടുന്നത് കലാമണ്ഡലം സുഭാഷ് മാഷും മദ്ദളം കലാനിലയം ഗണേഷ് മാഷുമാണേ. അണിയറക്കാരായി ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ സജു അങ്കിളും രവീന്ദ്രക്കുറുപ്പ് അങ്കിളുമാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ ശശിമാഷിനൊപ്പം പത്മശ്രീ ഓമനക്കുട്ടി ടീച്ചറിനെ കാണാനും ടീച്ചറിൻ്റെ അനുഗ്രഹം വായിക്കാനും എനിക്കൊരവസരം കിട്ടി. കഥകളി തുടങ്ങാറായി. നമ്മുടെ രാജീവൻ മാഷ് അരങ്ങത്തേക്ക് പോവുകയാണ്. ഞാൻ ഓടിച്ചെന്ന് മാഷിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചു. ഒപ്പം നമ്മുടെ വിവേക് മാഷിൻ്റെയും. ഈ കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നളനും ഹംസവുമായിട്ടുള്ള ഈ രംഗമാണ് കേട്ടോ. ശിവ ശിവ എന്തു ചെയ്യൂ ഞാൻ എന്നെ 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 ചതിച്ചു കൊണ്ടു രാജേന്ദ്രൻ എന്നെ ചതിച്ചു കൊണ്ടു. കഥകളിയൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രശസ്ത പിന്നണി ഗായികയായ ശ്രീമതി ഭാവന രാധാകൃഷ്ണനെ കാണാനും പരിചയപ്പെടാനും സാധിച്ചു. പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകാൻ നേരം നമ്മുടെ ഓമനക്കുട്ടി ടീച്ചറിൻ്റെ മകൾ ലക്ഷ്മി ചേച്ചി തന്നൊരു സമ്മാനമാണ് കേട്ടോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ കഥകളിയിലെ മുഖത്തെഴുത്തും ഉടുത്തുകെട്ടിൻ്റെയും ഒക്കെ വിശദമായൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.